Good morning everyone. Welcome back to MTM Campus Educational Channel. Today we discuss the topic of difference between primary market and stock exchange and difference between speculators and genuine investors. അപ്പം രണ്ട് ഡിഫറൻസ് നമ്മൾ പഠിക്കേണ്ടത്, ഒന്ന് പ്രൈമറി മാർക്കറ്റും സ്റ്റോക്ക് എക്സ്ചേഞ്ചും തമ്മിലുള്ള ഡിഫറൻസും, രണ്ടാമത്തത് സ്പെക്കുലേറ്റേഴ്സും ജെനുവിൻ ഇൻവെസ്റ്റേഴ്സും തമ്മിലുള്ള ഡിഫറൻസും. രണ്ട് ഡിഫറൻസിന് നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ പ്രൈമറി മാർക്കറ്റ് ആൻഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചും പ്രൈമറി മാർക്കറ്റും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഫങ്ഷൻസ്, ഓർഗനൈസേഷൻ, സർവീസ്, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, മാർക്കറ്റ്. ഈ 5 പോയിന്റിലുള്ള പ്രൈമറി മാർക്കറ്റിൻ്റെയും സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെയും ഡിഫറൻസ് നമുക്ക് നോക്കാം. ഫങ്ഷൻ്റെ ബേസിൽ എങ്ങനെയാണ് ഇവരുടെ ഡിഫറൻസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡീൽസ് വിത്ത് സെക്യൂരിറ്റീസ് വിച്ച് ആർ ഓൾറെഡി ലിസ്റ്റഡ്. അപ്പോൾ നമുക്കറിയാം, ഫങ്ഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്ന സെക്യൂരിറ്റീസ് ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ് മാത്രമേ ഡീൽ ചെയ്യുള്ളൂ. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡീൽസ് ഓൺലി ദ സെക്യൂരിറ്റീസ് വിച്ച് ആർ ഓൾറെഡി ലിസ്റ്റഡ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ദാറ്റ് മീൻസ് ഇറ്റ് പ്രൊവൈഡ്സ് റെഡി മാർക്കറ്റ് ഫോർ പർച്ചേസിങ് ആൻഡ് സെല്ലിങ് ഓൾഡ് സെക്യൂരിറ്റീസ്. അതായത് ഓൾഡ് സെക്യൂരിറ്റീസ്, അതായത് ന്യൂ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് അല്ല അവിടെ പർച്ചേസ് ആൻഡ് സെല്ലിങ് നടത്തുന്നത്. അത് നമ്മൾക്ക് അറിയാം. പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുമ്പോൾ അറിയാം, നമ്മൾ ന്യൂ ആയിട്ട് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് മാത്രമേ അവിടെ സെൽ ആൻഡ് ബൈ ചെയ്യാറുള്ളൂ. എന്നാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നടക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഇഷ്യൂ ചെയ്തതിന് ശേഷം ദെൻ അതിനെ കൊണ്ടുപോയിട്ട് എന്തിൽ ലിസ്റ്റ് ചെയ്യും, നമ്മളുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഡീൽ ചെയ്യുന്ന സെക്യൂരിറ്റീസായി മാറി. അപ്പോൾ നമ്മൾക്ക് അറിയാവുന്നത് പറയാം, എന്താണെന്ന് വെച്ചാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഡീൽസ് വിത്ത് securities which are already listed. That means it provides ready market for purchase and selling of old securities. Old securitiesൻ്റെ പർച്ചേസ് ചെയ്യുകയും സെല്ല് ചെയ്യുന്നതിൻ്റെ റെഡി മാർക്കറ്റാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എന്നാൽ പ്രൈമറി മാർക്കറ്റിലാണെങ്കിൽ എങ്ങനെയാണ്, ന്യൂ സെക്യൂരിറ്റീസിനെ ബൈയിങ് ആൻഡ് സെല്ലിങ് നടത്തുന്നതാണ് പ്രൈമറി മാർക്കറ്റ്. അവിടെ ഇൻവെസ്റ്റേഴ്സ് ഫസ്റ്റ് ടൈമായിട്ടാണ് അവിടെ സെക്യൂരിറ്റീസ് വാങ്ങിക്കുക. ദെൻ ഓർഗനൈസേഷണൽ സെറ്റപ്പ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഓർഗനൈസേഷൻ. നിങ്ങൾക്കറിയാം, സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ഓർഗനൈസേഷനാണ്. പ്രൈമറി മാർക്കറ്റ് ഹാസ് നോ അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷണൽ സെറ്റപ്പ്. പ്രൈമറി മാർക്കറ്റിന് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓർഗനൈസേഷണൽ സെറ്റപ്പ് ഇല്ല. നമുക്കറിയാം, ഒരു കമ്പനിയാണ് അവിടെ, ഏത് കമ്പനിയാണോ ഇഷ്യൂ ചെയ്യുന്നത് ആ കമ്പനി തന്നെയാണ് അവിടെ പ്രൈമറി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്നത്. എന്നാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെങ്കിലോ ഓരോ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിന് ഓർഗനൈസേഷൻ ഉണ്ട്. അങ്ങനെ ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പ് എന്തിനില്ല, പ്രൈമറി മാർക്കറ്റിനില്ല. തേർഡ് വൺ, സർവീസിൻ്റെ പറയുകയാണെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹാസ് ഇറ്റ്സ് ഓൺ റൂൾസ് ആൻഡ് ലോസ് ടു കണ്ടക്ട് ബിസിനസ്. ഡെയിലി ചേഞ്ചസ് ഇൻ ദ പ്രൈസസ് ഓഫ് സ്റ്റോക്സ് ആൻഡ് ഡീറ്റെയിൽസ് ഓഫ് ദ ന്യൂസ് കമ്പനീസ് ആർ സപ്ലൈഡ് ടു ദി മെമ്പേഴ്സ് ഫ്രം ടൈം ടു ടൈം. അപ്പോൾ നമുക്കറിയാം, ഇതിൻ്റെ സർവീസ് എന്ന് പറയുന്നത് ഡെയിലി പ്രൈസ് ചേഞ്ചസ് വരും. ആ ഡെയിലി പ്രൈസ് ചേഞ്ചസിൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തിട്ട് മെമ്പേഴ്സിന് എത്തിക്കും. അവിടെയുള്ള ഇൻവെസ്റ്റേഴ്സിന് എത്താറുണ്ട്, ആ ഇൻഫോർമേഷൻ എത്താറുണ്ട്. അതാണ് അവർ കൊടുക്കുന്നത്. ആ ഇൻഫോർമേഷൻ വരുന്നത് റൂൾസ് ആൻഡ് ലോ ഓഫ് കണ്ടക്ട് ഓഫ് ദി ബിസിനസ്സിൻ്റെ ബേസിലാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഹാസ് ഇറ്റ്സ് ഓൺ റൂൾസ് ആൻഡ് ലോസ് ടു കണ്ടക്ട് ബിസിനസ്. അത് നമുക്കറിയാവുന്നത് തന്നെയാണ്. ദെൻ പറയുകയാണെങ്കിൽ പ്രൈമറി മാർക്കറ്റിൽ അങ്ങനെ ഒരു ഇതില്ല. പ്രൈമറി മാർക്കറ്റ് ലെൻഡേഴ്സ് സർവീസ് ടു ദി ലെൻഡേഴ്സ് ആൻഡ് ബോറോവേഴ്സ് ഫണ്ട്സ് അറ്റ് ദ ടൈം ഓഫ് എനി പർട്ടിക്കുലർ ഓപ്പറേഷൻ. അപ്പോൾ നമ്മൾക്ക് ആ സർവീസ് കൊടുക്കുന്നത് ലെൻഡേഴ്സിനും ബോറോവേഴ്സിനും, ലെൻഡേഴ്സ് ആൻഡ് ബോറോവേഴ്സ് ഫണ്ട്സ് അറ്റ് ദ ടൈം എനി പെർട്ടിക്കുലർ ഓപ്പറേഷൻ. ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷന് വേണ്ടിയിട്ട് ആ ടൈമിലാണ് അതിൻ്റെ
ലെൻഡേഴ്സ് അല്ലെങ്കിൽ ലെൻഡേഴ്സ് എന്ന് പറഞ്ഞാൽ കടം കൊടുക്കുക എന്നുള്ളതാണ്. ലെൻഡേഴ്സ് അല്ലെങ്കിൽ ബോറോവേഴ്സിന് ആ സർവീസ് ചെയ്തു കൊടുക്കുന്നത്. ദ എൻറ്റയർ സർവീസ് ഇസ് ഡൺ ബൈ ബാങ്ക്സ്, ബ്രോക്കേഴ്സ് ആൻഡ് അണ്ടർ റൈറ്റേഴ്സ്. ഇതിന് എൻറ്റയർ സർവീസ് പ്രൊവൈഡ് ചെയ്തു കൊടുക്കുന്ന ആരാണ്? ബാങ്കറും ബ്രോക്കറും അണ്ടർ റൈറ്റേഴ്സും. ഇവരുടെ പ്രൈമറി മാർക്കറ്റിൻ്റെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റോടത്താണെങ്കിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് തന്നെ സ്വന്തമായിട്ട് നടത്തുകയാണ് ചെയ്യുന്നത്. ഇനി ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ്റെ കേസിൽ പറയുകയാണെങ്കിലോ, ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ മാർക്കറ്റിംഗ് നടത്തുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മാർക്കറ്റ് ചെയ്യുന്നത് ആരാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് തന്നെയാണ്. മറ്റോടത്താണെങ്കിലോ കമ്പനി തന്നെയാണ്. കമ്പനിയും ഇൻവെസ്റ്റ് ചെയ്യുന്ന പബ്ലിക്കും തമ്മിലുള്ള ഒരു ഇടപാടാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ നമുക്ക് നോക്കാം. സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ്സ് ക്യാപിറ്റൽ ഇൻഡയറക്റ്റ്ലി. ഇൻഡയറക്റ്റ് ആയിട്ടാണ് ക്യാപിറ്റൽ പ്രൊവൈഡ് ചെയ്യുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ, അല്ലേ? കാരണം സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖേനയാണ് എന്ത് ചെയ്യുള്ളൂ, അവരുടെ ഫണ്ട് റൈസ് ചെയ്ത് വരുന്നത്. ദാറ്റ് മീൻസ് ദ ഫിനാൻസ് ക്യാൻ ബി റൈസ്ഡ് ബൈ മാർക്കറ്റിംഗ് സെക്യൂരിറ്റീസ് ത്രൂ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അവരുടെ ഫണ്ട് റൈസ് ചെയ്യുന്നത് സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുഖേന സെക്യൂരിറ്റീസ് മാർക്കറ്റ് ചെയ്തുകൊണ്ടാണ് അവരുടെ ഫണ്ട് റൈസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്ന ഫണ്ട് എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ്ലി ആയിട്ടുള്ള ഒരു ക്യാപിറ്റലാണ്. പ്രൈമറി മാർക്കറ്റ് കോൺട്രിബ്യൂട്ട്സ് ഇൻഡസ്ട്രിയൽ ഫിനാൻസ് ഡയറക്റ്റ്ലി. പ്രൈമറി മാർക്കറ്റ് കൊടുക്കുന്ന ഇൻഡസ്ട്രിയൽ ഫിനാൻസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് ഫിനാൻസ് ആണ്. എ ഡയറക്റ്റ് ലിങ്ക് ഈസ് ക്രിയേറ്റഡ് ഇൻ ബിറ്റ്വീൻ സെക്യൂരിറ്റി ഇഷ്യൂയിങ് കമ്പനീസ് ആൻഡ് ഇൻവെസ്റ്റിംഗ് പബ്ലിക്. ഇൻവെസ്റ്റിംഗ് പബ്ലിക്കും അതേപോലെ സെക്യൂരിറ്റി ഇഷ്യൂയിങ് കമ്പനീസും തമ്മിലൊരു ലിങ്ക് ഉണ്ട്, ഡയറക്റ്റ് ലിങ്ക് ഉണ്ടാവും. എന്തിൽ? പ്രൈമറി മാർക്കറ്റിൽ, അല്ലേ? നിങ്ങൾക്കറിയാം പ്രൈമറി മാർക്കറ്റിൽ ആരാണ് ഇഷ്യൂ ചെയ്യുന്നത്? ന്യൂ ഇഷ്യൂ നടത്തുന്നത് കമ്പനി തന്നെയാണ് ന്യൂ ഇഷ്യൂ ഓഫ് ഷെയർസ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈമറി മാർക്കറ്റിൽ എന്താ ഉണ്ടാകുന്നത്? അവിടെ ഒരു ഡയറക്റ്റ് ലിങ്ക് ഉണ്ട് ബാങ്കും കമ്പനിയും അതേപോലെ കസ്റ്റമറും തമ്മിൽ അല്ലെങ്കിൽ ഇൻവെസ്റ്ററും തമ്മിൽ. ഇനി അഞ്ചാമത്തത് മാർക്കറ്റ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇസ് എ റെഡി മാർക്കറ്റ് ഫോർ ദ സെക്യൂരിറ്റീസ്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് സെക്യൂരിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു റെഡി മാർക്കറ്റാണ്. എന്തെന്ന് പറയുന്നത്? സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് എ റെഡി മാർക്കറ്റ് ഫോർ ദ സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസിന് വേണ്ടിയിട്ടുള്ള ഒരു റെഡി മാർക്കറ്റാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. പ്രൈമറി മാർക്കറ്റിലോട്ടാണെങ്കിലോ ന്യൂലി ക്രിയേറ്റഡ് മാർക്കറ്റ് ഫോർ ദ ന്യൂ സെക്യൂരിറ്റീസ്. പുതിയ സെക്യൂരിറ്റീസിന് പുതുതായി ഉണ്ടാക്കിയ മാർക്കറ്റാണ് പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പ്രൈമറി മാർക്കറ്റിനൊരു ഓർഗനൈസേഷനോ സെറ്റപ്പ് ഇല്ല. അതിൻ്റെ സർവീസ് എന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് ആയിട്ടാണ് നടക്കുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ ഫണ്ട് ഇൻഡയറക്റ്റായിട്ട് പ്രൈമറി മാർക്കറ്റിൽ ഫണ്ട് എന്ന് പറയുന്നത് ഡയറക്റ്റായിട്ടാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. എന്താ? ഇൻവെസ്റ്റേഴ്സിൽ നിന്ന് ഡയറക്റ്റ് കോൺട്രിബ്യൂഷൻ നടത്തുകയാണ്, ഫണ്ട് റൈസ് ചെയ്യാണ്. പിന്നെ അതേപോലെ തന്നെ ഓർഗനൈസേഷനും സെറ്റപ്പില്ല. അതേപോലെ തന്നെ ന്യൂ ഇഷ്യൂസാണ് നടത്തുന്നത്. ന്യൂ കമ്പനി, ന്യൂ സെക്യൂരിറ്റീസ് അറ്റ് ഫസ്റ്റ് ടൈം ആണ് ഇഷ്യൂ ചെയ്യുന്നത്. അതാണ് അവിടെ പറയുന്നത്. എന്നാൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെങ്കിലോ അത് ഓൾഡ് സെക്യൂരിറ്റീസ് റെഡി മാർക്കറ്റിലാണ് ഇഷ്യൂ ചെയ്യുന്നത്. അതിന് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ സെറ്റപ്പ് ഉണ്ട്. സർവീസ് ഡയറക്റ്റ്ലി അല്ല, ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സർവീസാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ത്രൂ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലൂടെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഫണ്ട് റൈസ് ചെയ്യുന്നത് ഇൻഡയറക്റ്റ് ആയിട്ടാണ്. അതേപോലെ തന്നെ മാർക്കറ്റ് എന്ന് പറയുന്നത് റെഡി മാർക്കറ്റാണ് എന്ന് പറയാം. തന്നെ നമുക്ക് പറയാനുള്ള ഡിഫറൻസ് ബിറ്റ്വീൻ സ്പെക്കുലേറ്റേഴ്സ് ആൻഡ് ജെനുവിൻ ഇൻവെസ്റ്റേഴ്സ്. സ്പെക്കുലേറ്റേഴ്സും ജെനുവിൻ ഇൻവെസ്റ്റേഴ്സും തമ്മിലുള്ള ഡിഫറൻസ്. സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പ്രൈസ് ഫ്ലക്ച്വേഷൻ മുതലാക്കിക്കൊണ്ട് അതിൽ നിന്ന് ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാരെ പറയുന്ന പേരാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവരെന്താണ്? മേക്കിംഗ് പ്രോഫിറ്റ് ഡ്യൂ ടു ദ ഫ്ലക്ച്വേഷൻ ഓഫ് റൈസ് ഇൻ പ്രൈസസ് ഓഫ് സെക്യൂരിറ്റീസ്. അങ്ങനെയാണ് പറയുക, റൈസ് ഇൻ പ്രൈസസ് ഓഫ് സെക്യൂരിറ്റീസ്. ഇപ്പോൾ സെക്യൂരിറ്റീസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിൻ്റെ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിലൂടെ അവർ ലാഭം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന്. ആൻഡ് ഇൻവെസ്റ്റേഴ്സ് ബൈ ആൻഡ് സെൽ സെക്യൂരിറ്റീസ് ഒക്കേഷണലി ബട്ട് എ സ്പെക്കുലേറ്റർ ബൈ ആൻഡ് സെൽ സെക്യൂരിറ്റീസ് കണ്ടിന്യൂസ്ലി. ഇൻവെസ്റ്റേഴ്സ് സെക്യൂരിറ്റീസ് വാങ്ങിക്കുന്നത് എന്തിനാ? ഒക്കേഷണലി ആണ്.
അല്ലേ? ഒക്കേഷണലി ആണ്. റെഗുലർ ഇൻകത്തിന് വേണ്ടി വാങ്ങിക്കുന്നതാണ് ഇൻവെസ്റ്റേഴ്സ്. എന്നെന്നും മേടിക്കുമോ? ഇല്ല. അവരെ കയ്യിൽ കാശുണ്ടെങ്കിൽ വാങ്ങിക്കും. അതിലൂടെ കൊല്ലത്തിൽ ഡിവിഡൻഡ് കിട്ടുക. അതിൽ ചിലപ്പോൾ അവർക്ക് ഹയർ പ്രോഫിറ്റ് കിട്ടും. ബോണസ് ഡിവിഡൻഡ് കിട്ടിയത് അത് അവർക്ക് റീറ്റെയിൻഡ് ഇൻകമായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിന്മേൽ വീണ്ടും ഡിവിഡൻഡ് കിട്ടുക. അങ്ങനെയൊക്കെ അവർ വിചാരിച്ചിട്ട് ഇപ്പം ഡിബെഞ്ചർ ആണെങ്കിൽ ഇൻട്രസ്റ്റ് കിട്ടുക. റെഗുലർ ഇൻകമാണല്ലോ, അതാണ് അവർ വിചാരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ബട്ട് സ്പെക്കുലേറ്റേഴ്സ് ബൈ ആൻഡ് സെൽസ് സെക്യൂരിറ്റീസ് കണ്ടിന്യൂസ്ലി. അവരുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ സെക്യൂരിറ്റീസ് കണ്ടിന്യൂസ് ആയി വാങ്ങിക്കുക, വിൽക്കുക. Second one, an investor deals in securities in expectation of a regular income. ഇൻവെസ്റ്ററുടെ മനസ്സിൽ റെഗുലർ ഇൻകം ആഗ്രഹിച്ചിട്ടാണ് ഇൻവെസ്റ്റർ സെക്യൂരിറ്റീസ് ഡീൽ ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ നടത്തുന്നത്, അല്ലേ? ഒരു ഇൻവെസ്റ്ററുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവുക, ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു നിശ്ചിത എമൗണ്ട് കിട്ടും എന്നുള്ള ആഗ്രഹം കൊണ്ട് ചെയ്യുന്നതാണ്. അല്ലാതെ ഇൻവെസ്റ്ററിൻ്റെ മനസ്സിൽ എന്തുണ്ടാവില്ല, ഇതിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻ അനുസരിച്ച് എനിക്ക് ലാഭം ഉണ്ടാക്കുക എന്നുള്ള ചിന്തയില്ല. ദ സ്പെക്കുലേറ്റർ എയിംസ് അറ്റ് ഏൺ ക്വിക്ക് ക്യാപിറ്റൽ പ്രോഫിറ്റ് ഡ്യൂ ടു ഫ്ലക്ച്വേഷൻസ് ഇൻ ദ പ്രൈസ് ഓഫ് സെക്യൂരിറ്റീസ്. സെക്യൂരിറ്റീസിൽ അതിൻ്റെ പ്രൈസിൻ്റെ ഫ്ലക്ച്വേഷൻസ് കാരണം ക്യാപിറ്റൽ പ്രോഫിറ്റിൽ ക്വിക്കായിട്ട് പെട്ടെന്ന് ഏൺ ചെയ്യുക എന്നുള്ള എയിമോട് കൂടി, പർപ്പസോട് കൂടി വരുന്നതാണ് സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത്. മൂന്നാമത്തത്, ഇൻവെസ്റ്റർ ലുക്സ് ഓൺ ദ പെർഫോമൻസ് ഓഫ് ദ കമ്പനി ഇൻവെസ്റ്റ് ഇൻ സെക്യൂരിറ്റീസ്. അത് ഒരു സെക്യൂരിറ്റിയിൽ ഒരു ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫണ്ടമെൻ്റൽ അനാലിസിസ്, എക്കണോമിക് അനാലിസിസ്, പോർട്ട്ഫോളിയോ പലതരം അനാലിസിസ് നടത്തിയിട്ട്, ഇൻഡസ്ട്രി അനാലിസിസ്, ഈ 3 അനാലിസിസ് നടത്തിയിട്ട് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അയാൾ ഇൻവെസ്റ്റ് നടത്തുള്ളൂ. പക്ഷേ ദ സ്പെക്കുലേറ്റർ കൺസിഡർ ദ മാർക്കറ്റ് പ്രൈസ് ഫ്ലക്ച്വേഷൻസ് ഓഫ് ദ പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റീസ്. എന്നാൽ സ്പെക്കുലേറ്റർ എന്താ ചെയ്യുക, ഒരാഴ്ച, ഒരു മാസത്തെ അതിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേഷൻ എങ്ങനെയുണ്ട് അതിൻ്റെ ബേസിലാണ് അവർ ആ പ്രൈസ് ആ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതാണ് സ്പെക്കുലേറ്റർ ചെയ്യുന്നത്. അപ്പോൾ സ്പെക്കുലേറ്റർ എന്ന് പറയുന്ന ആൾ എന്ന് പറയുന്നത് അയാൾ ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് അയാളെ മെയിൻ എയിം എന്ന് തന്നെ വിചാരിക്കുക. ഫോർത്ത് വൺ, എനി ഇൻവെസ്റ്റർ ഡസ് നോട്ട് ലൈക്ക് എ ഹെവി റിസ്ക് കമ്പയർഡ് വിത്ത് എ സ്പെക്കുലേറ്റർ. ഒരു ഇൻവെസ്റ്ററിന് എപ്പോഴും ഹെവി റിസ്ക് ബെയർ ചെയ്യാൻ കഴിയില്ല, അവർക്ക് ആഗ്രഹിക്കില്ല കമ്പയർഡ് വിത്ത് എ സ്പെക്കുലേറ്ററിനെ പോലെ. നിങ്ങൾക്ക് അറിയാം, എല്ലാ സമയത്തും സ്പെക്കുലേറ്ററിന് പണം ഉണ്ടാക്കാനൊന്നും പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ അവർ ഈ വെറും ഓൺലി observe the fluctuations in the prices, rise in prices and declining prices of the shares ആണ് അവർ ശ്രദ്ധിക്കുന്നത്. പക്ഷേ ആക്ച്വലി എന്താ നടക്കുന്നത്, അവരുടെ മാർക്കറ്റിൽ നടക്കുന്നത് ഒന്നുകിൽ ഇൻഡസ്ട്രിയൽ അനാലിസിസ് നടത്തി നോക്കണം, എക്കണോമിക് അനാലിസിസിൽ വരുന്നതാണ് പൊളിറ്റിക്കൽ ഫ്ലക്ച്വേഷൻസിനനുസരിച്ചൊക്കെ നമ്മളുടെ റൈസ് ഇൻ പ്രൈസ് ഉണ്ടാവാറുണ്ട്. ഇന്നാൾ ഒബാമ അമേരിക്കൻ പ്രസിഡന്റ് ഇറങ്ങിയപ്പോൾ, ഒബാമ അല്ല കേട്ടോ, അമേരിക്കൻ പ്രസിഡന്റ് ഇറങ്ങിയപ്പോൾ എന്താ ഉണ്ടായത്, റൈസ് ഇൻ പ്രൈസസ് ഓഫ് ദി ഷെയർസ്. ഓക്കെ, അപ്പോൾ നമ്മളുടെ വേൾഡ് എക്കണോമിയിലുള്ള പൊളിറ്റിക്കൽ ട്രെൻഡ് പോലും എന്തിൽ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്, നമ്മളുടെ ഷെയറിൻ്റെ പ്രൈസിൽ വ്യത്യാസം ഉണ്ടാവുന്നുണ്ട്. അതിനനുസരിച്ച് സ്പെക്കുലേറ്റേഴ്സ് ഹെവി റിസ്ക് എടുക്കാൻ തയ്യാറായിട്ടാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, സാധാരണ ഇൻവെസ്റ്റേഴ്സ് അങ്ങനെയല്ല. അവരെപ്പോഴും വിചാരിക്കുന്നത് ഒരു ഫണ്ടമെൻ്റലി ബേസ് ഉള്ള കമ്പനിയിലാണ് അവർ എപ്പോഴും എന്ത് ചെയ്യുക, ഷെയർസ് ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ദെൻ ഫിഫ്ത്ത് വൺ, ഇൻവെസ്റ്റർ ഗിവ്സ് ആൻഡ് ടേക്ക് ഡെലിവറി of shares. Speculators do not take or give delivery of securities. Investors give and take delivery of shares. അവർക്ക് investors gives and takes delivery of shares. ഇൻവെസ്റ്റേഴ്സിൻ്റെ എപ്പോഴും ഗിവ് ചെയ്യും, അതേപോലെ തന്നെ നൽകും, ടേക്ക് ചെയ്യും. അതായത് പൈസ കൊടുക്കും, ഷെയർ വാങ്ങിക്കും, ഡെലിവറി നടത്തും. അതാണ് അവരുടെ ഇത്. സ്പെക്കുലേറ്റർ ഡു നോട്ട് give and take or give delivery of securities. സ്പെക്കുലേറ്റേഴ്സിന് ടേക്ക് ഓർ ഗിവ് നടക്കണില്ല. കാരണം അവർ സെക്യൂരിറ്റീസ് വിൽക്കണം,
എന്താണ് വാങ്ങലും വിൽപ്പനയും നടത്തുന്നത് തന്നെ എന്തിൻ്റെ ബേസിലാണെന്നറിയോ? ലോങ് സെല്ലിങ്ങും ഷോർട്ട് ബൈ അങ്ങനത്തെ ഒരു മെത്തേഡിലാണ്. അവർ കയ്യിൽ സെക്യൂരിറ്റീസ് ഇല്ലാതെ വിൽക്കും. ഷോർട്ട് സെല്ലിങ് എന്ന് പറഞ്ഞാൽ അവർ കയ്യിൽ സെക്യൂരിറ്റീസ് ഇല്ലാതെ സാധനം വിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പം അത്തരത്തിലുള്ള സിസ്റ്റത്തിലൂടെ അവർ പണം ഉണ്ടാക്കാനാണ് നോക്കുന്നത്. ആക്ച്വലി അവർക്ക് അവരെ കയ്യിൽ സെക്യൂരിറ്റീസ് ഉണ്ടാവണമെന്ന് പോലും ഇല്ല. അത് നിങ്ങൾക്ക് വഴിയെ ഞാൻ പറഞ്ഞു തരാം. സെക്യൂരിറ്റീസ് കയ്യിലില്ലാതെ അവർ പണം ഉണ്ടാക്കാൻ ശ്രമിക്കും. അതാണ് അവിടെ പറയുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമ്മളുടെ ആക്ച്വൽ ഇൻവെസ്റ്റേഴ്സും, അതായത് ജെനുവിൻ ഇൻവെസ്റ്റേഴ്സ് ആൻഡ് സ്പെക്കുലേറ്റേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.